പലപ്പോഴും ഈ സാക്ഷ്യത്തിന്റെ സമയത്ത് എന്റെ മാതൃസഭയിൽ അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ലായിരുന്നു ഈ സാക്ഷ്യത്തിന്റെ. പക്ഷെ മറ്റു പലയിടങ്ങളിലും പോയിട്ടുള്ളപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാക്ഷ്യത്തിന്റെ ഒരു സമയം. സാക്ഷ്യത്തിന്റെ സമയത്ത് സാധാരണയായി ആളുകൾ പറയുന്ന ഒരു കാര്യം, എന്നെ സന്തോഷിപ്പിച്ച വാക്യം എന്ന് പറഞ്ഞ് വായിക്കാറുണ്ട് അല്ലെ. നമ്മൾ ആരെങ്കിലും ആ ഒരു പ്രാക്ടീസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നല്ല കാര്യമാണ്, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒത്തിരി ദൈവവചനങ്ങളുണ്ട്. പക്ഷേ ഈ എന്തെങ്കിലും നന്മ ഉണ്ടാകുമ്പോൾ അല്ലെ എന്തെങ്കിലും അങ്ങനെ നമുക്ക് സന്തോഷമോ നമുക്ക് എന്തെങ്കിലും ആനന്ദമോ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും എന്നെ സന്തോഷിപ്പിച്ച വാക്യമെന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പറയാറുള്ളത്. പക്ഷെ ഒരു ദേവദാസൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പലപ്പോഴും എല്ലാവരും ഈ സന്തോഷിപ്പിച്ച വാക്യം എന്ന് പറയും. എന്നെ സങ്കടപ്പെടുത്തിയ വാക്യം എന്ന് പറഞ്ഞ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെ എന്നെ ഗുണപ്പെടുത്തിയ വാക്യം എന്ന് പറഞ്ഞ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്നെ കൺവിക്ട് ചെയ്ത വാക്യം എന്ന് പറഞ്ഞ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും ചിരിക്കുന്നു. നമ്മളൊക്കെ നമ്മുടെ ഒരു പ്രാക്ടീസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനി പറയുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, സന്തോഷിപ്പിച്ച വാക്യം നല്ല കാര്യമാണ്. പക്ഷേ എന്നോട് കർത്താവ് ഇടപെട്ട വാക്യം, എന്റെ പാപത്തെ കർത്താവ് ചൂണ്ടിക്കാണിച്ച വാക്യം, എന്നെ ദൈവം ശാസിച്ച വാക്യം, എന്നെ ദൈവം ഗുണീകരിച്ചൊരു വാക്യം എന്ന് പറഞ്ഞൊരു വാക്യം നമുക്ക് ബൈബിളിൽ നിന്ന് പറയാനുണ്ടോ പ്രിയമുള്ളവരെ? ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മൾ പാറസ്ഥലത്ത് വീണ വിത്ത, നമ്മൾ പാറസ്ഥലമാ, നമ്മുടെ ഹൃദയം ഹാർഡാ, പുറമേ മണ്ണുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് കിളിർക്കും. പക്ഷേ വേരിറക്കാൻ പാകത്തിന് മണ്ണില്ലാത്തത് കൊണ്ട്, അടിയിൽ പാറയായത് കൊണ്ട് ഉഷ്ണം തട്ടുമ്പോൾ വാടിപ്പോകും. ഇമോഷണൽ ലെവലിൽ മാത്രം വചനം എടുത്താലുള്ള പ്രത്യേകതയാണിത്. ആദ്യം ഭയങ്കര സന്തോഷം തോന്നും, ആദ്യം ഭയങ്കര ആവേശം തോന്നും, ആദ്യം ഭയങ്കര ഉത്സാഹം തോന്നും. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഉത്സാഹവും ആവേശവും ഒക്കെ അങ്ങ് പോകും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വികാര തലമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സോൾ, മനുഷ്യന്റെ ദേഹിയാ കാണിക്കുന്നത്. നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ദേഹിയെ മാത്രമല്ല ദൈവത്തിന്റെ വചനം ചലിപ്പിക്കേണ്ട, നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ വചനം ഇറങ്ങണം. നമുക്കറിയാം, മനുഷ്യൻ 3 ഘടകങ്ങളെ സൃഷ്ടിക്കപ്പെട്ടവനാ. ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ഈ ദേഹി തലത്തിൽ മാത്രം ദൈവത്തിന്റെ വചനം നമ്മൾ എടുത്താൽ അത് ആത്മാവിലേക്ക് ഇറങ്ങുകയില്ല. ആത്മാവിലേക്ക് ദൈവവചനം ഇറങ്ങിയാൽ മാത്രമേ നിലനിൽക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. സ്തോത്രം. ദൈവത്തിന്റെ വചനം എക്കാലത്തും പ്രോത്സാഹിപ്പിക്കുന്നത് എങ്ങനെയുള്ളവരെയാണെന്ന് അറിയാമോ? ഫീലിങ്സിന്റെ അടിസ്ഥാനത്തിൽ വചനം എടുക്കുന്നവരെയല്ല. ഈ ഫീലിങ്സ് ഫെയ്ത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം.